നമുക്കിനെ ബ്ലാക്കി എന്ന് വിളിക്കാം. ബ്ലാക്കി. അയ്യോ ടേസ്റ്റ് ഉണ്ട്. സോ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇവിടെ മാൽദീവ്സിൽ വന്നിട്ട്. സോ നമ്മുടെ സ്റ്റേ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മാന്തയിലാണ് നിൽക്കുന്നത്, അങ്കേത്തി ഐലൻഡ് ആണ്. സോ ഇന്ന് രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് കോമ്പസ് ബിസ്ട്രോ. കോമ്പസ് ബീച്ച് ആൻഡ് ബിസ്ട്രോ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. റിസോർട്ടിലല്ല, ഒരു ഹോട്ടൽ അല്ലേ ആണ്. ഇത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ ഈ അങ്കേത്തി ഐലൻഡിൽ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം കുറച്ച് കൺട്രി സൈഡ് പോലത്തെ ചോദിച്ചാൽ നമുക്ക് കുറച്ച് കൺട്രി സൈഡ് പോലത്തെ സ്ഥലങ്ങളാണ് ഇത് കൂടുതൽ ഇങ്ങോട്ടുള്ളത്. അപ്പം ഈ മറ്റേ റെസ്റ്റോ കഫേയിലെ ആ ഒരു സ്റ്റൈലിലാണ് ഇവർ ഈ ഹോട്ടൽസ് എല്ലാം. ആ ഒരു വൈബാണ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഫോറിനേഴ്സൊക്കെ വരുന്നതുകൊണ്ട് നൈസ് ഒരു വൈബാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ ഡിന്നർ നമുക്ക് ഇവിടെ തന്നെ ആയിരുന്നു. നൈസ് ഫുഡാണ്, അടിപൊളിയാണ്. ഇനിയിപ്പം ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറി ഫുഡ് കഴിക്കാൻ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, എന്തെങ്കിലും ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം മോർണിംഗ് ആയി ഫസ്റ്റ് നമ്മുടെ പരിപാടി ഫുഡ് കഴിക്കുക. അപ്പം അത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ടേ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ കോമ്പസ് ബീച്ച് ആൻഡ് ബിസ്ട്രോ കഫേ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്, എങ്ങനെ വേണോ പറയാം കേട്ടോ. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു അങ്കേത്തി ഐലൻഡ്സിലാണ് നിൽക്കുന്നത്. ഇത് അങ്കേത്തി ഐലൻഡ് എന്ന് പറയുന്ന ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് നടന്ന് ഫുൾ കാണാൻ വേണ്ടി എടുക്കുള്ളൂ. ആകെ 15 മിനിറ്റ് എടുക്കുള്ളൂ. അത്രയ്ക്ക് കുട്ടി ഏരിയ ആണ് സംഭവം. ഈ ഒരു ഐലൻഡിൽ ഒരു 3-4 കഫേസ് ഉണ്ട്. അതിൽ വരുന്ന ഒരെണ്ണമാണ് കേട്ടോ ഈ ഒരു കോമ്പസ് എന്ന് പറയുന്നത്. സംഭവം നമ്മൾ നമ്മുടെ റൂമിൻ്റെയൊക്കെ തൊട്ടടുത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി ആക്സസ് തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ ഇന്നലെ ലേറ്റ് നൈറ്റ് അല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചതും ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ സംഭവം ഈ എൻ്റെ ഒരു കഫേൻ്റെ ഭംഗിയും കാര്യങ്ങളൊന്നും നമുക്ക് നേരെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴാണ് അത് ശരിക്കും കാണുന്നത്. സംഭവം ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ കഫേസും, ഒരു 4-5 കഫേസേ ഉള്ളൂ, എല്ലാ കഫേസും ഈ ബീച്ചിനോട് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനായാലും ചുമ്മാ വന്ന് നോക്കിയിരിക്കാനായാലും ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഒരുപാട് റഷോ ക്രൗഡോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കോഫിയും മേടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു കടലിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് നന്നായിട്ട് നമുക്കൊരു റിലാക്സ് ആകാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ മെനു ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മാൽദീവിയൻ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നെ പിസ്സ, ബർഗർ, സാൻഡ്വിച്ച് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഓർഡർ ആക്കാം. ഇവിടെ കണ്ട ഒരാളാണ് നമ്മളെ ഗസ്റ്റ്. നമുക്കിനെ ബ്ലാക്കി എന്ന് വിളിക്കാം. ബ്ലാക്കി. അയ്യോ ചാറ്റടു ചാറ്റടു. നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ മാൽദീവിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. സോ അതിൽ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. സോ ആദ്യം തന്നെ ട്യൂണേൻ്റെ ഒരു സൈഡ് ഡിഷ് വരുന്നുണ്ട്, അതിന് മസൂനി അങ്ങനെ എന്തോ ആട്ടോ പറയുന്നത്. പിന്നെ ചപ്പാത്തീസ് വരുന്നുണ്ട്, പിന്നെ ഒരു ഓംപ്ലേറ്റ് വരുന്നുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ മാൽദീവിയൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. സോ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ബ്രെഡ് സ്ലൈസസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ജാമും ബട്ടറും തരും. സോ നമുക്കത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഓംപ്ലേറ്റ്, പിന്നെ ചപ്പാത്തീസ്, പിന്നെ സോസേജ് ആണ് കേട്ടോ വരുന്നത്. സോസേജ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ സോസേജ് ആണ്, നോർമൽ സോസേജ് ആണ് വരുന്നത്. സോ ഇതൊക്കെ കൂട്ടിയിട്ട് ഉള്ളതാണ് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ 2 തരം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ സ്പെഷ്യൽ ട്രൈ ചെയ്തു. ഒന്ന് മാൽദീവിയൻ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒന്ന് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റും. ഈ സംഭവം ഇതൊന്ന് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ അത് വെച്ച് നമ്മളെ സാധാരണ ചപ്പാത്തി കഴിക്കുന്ന പോലെ എങ്ങനെ വേണം കഴിക്കാം. നമ്മൾ കുറച്ച് ഓവറാക്കി കഴിക്കാം. കണ്ടോ ഇവിടെ
ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. മാൽദീവിയൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. സംഭവം ഒരു ചപ്പാത്തി പോലത്തെ ഒരു ഐറ്റവും അതിന് കൂടെ നമ്മുടെ ട്യൂണ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു സൈഡ് ഡിഷും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെച്ച് കഴിച്ചു. അടിപൊളി ഒരു ബാലൻസ്ഡ് ഒരു മീലായിരുന്നു, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കോണ്ടിനെൻ്റൽ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇതിൽ കണ്ടത് എൻ്റെ മാമനും മാമിയും പിള്ളേരും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ മാൽദീവിയൻ എയർലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവരാണ് ആദ്യം ഈ ടൂറ് സെറ്റ് ചെയ്തത്, പ്ലാൻ ചെയ്തത്. അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മാലീവ്സിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കുറേ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്ത ഒരു മാലി ട്രിപ്പാണ് ഇത്. അപ്പം നമ്മളെ സ്റ്റേയും കാര്യങ്ങളും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ്. അങ്ങനെ ഫുഡ് കഴിച്ചു. ഇനിയിപ്പം എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ തൽക്കാലം കറൻ്റ്ലി ഒന്നും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒരു ബീച്ചിലോട്ട് പോവാണ്. കുറച്ച് ബീച്ചിൽ കളിക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ബാക്കി എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. അപ്പം ഡേ 2 ഓൺ ഗോയിങ് ആണ്. ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഒരു അടിപൊളി സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ നമുക്ക് നോക്കാം. അപ്പം ഇതുവരെ ഇത്രയേ ഉള്ളൂ. അടിപൊളി. അയ്യോ നല്ല വെയിലുണ്ടല്ലേ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മളിവിടെ ആ ബീച്ചിലിറങ്ങി കേട്ടോ. ഇതൊരു ഉച്ചയ്ക്കാണ്, ഉച്ച സമയമാണ്. ബീച്ചിലിറങ്ങി This is dal curry. This is fish. Chili chicken. This is gardia local. And this is called riha krudia. This includes dried chili, curry leaves, onion and fish paste. This is maskashi. This also includes fish, coconut husk and chili, onion. And this is grilled fish. This is dessert, custard. This is some kind of cake. And roshi, it's chapati, rice, and this is dried leaves. Healthy. Okay, so let's start. Yeah. Okay. This is actually fish paste. This is made from this one. Okay. What is It's fish. fish already? Dry fish. Not dried fish, cooked fish. Oh, cooked fish. Yeah, this is made from this one. വേണ്ട. ഫുഡ് എടുത്തു. ഇവിടുത്തെ മാൽദീവിയൻ ലഞ്ചാണിത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യമായിട്ടല്ലേ ട്രൈ ചെയ്യുന്നത്. ഇവിടെ റൈസ്, പിന്നെ രാവിലെ കഴിച്ച ആ ഒരു റൊട്ടി പോലത്തെ സാധനമുണ്ട്. പിന്നെ ഒരുപാട് ഫിഷിൻ്റെ ഐറ്റമാണ്. ഫിഷിൻ്റെ എന്തോ തോരൻ, ഗ്രില്ല് ചെയ്ത ഐറ്റംസ്. നമുക്കിത് കഴിച്ചു നോക്കാം കേട്ടോ. ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് നമ്മൾ റിവ്യൂ പറയാം. ഇത് തേങ്ങയൊക്കെ ഇട്ടിട്ടൊരു സാധനമാണ് കേട്ടോ.
ഫ്രൈ ഫിഷ് ആണ്. ഫ്രൈ ഫിഷ് എടുത്തോ. എല്ലാത്തിനും സോസ് കൊണ്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചു. സോസ് കണ്ടില്ല, പക്ഷെ ഭയങ്കര ഈച്ചുണ്ട്. ഇത് ഇവിടുത്തെ ലോക്കൽ ലഞ്ചാണ്, മാലദ്വീപ് ലഞ്ചാണ്. മാലദ്വീപ് ലഞ്ചാണ്. ചിക്കനാണല്ലേ, ഗ്രില്ഡ് ഫിഷ്. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പുതിയൊരു സാധനം കിട്ടി. ഇത് അറിയാവോ, കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ കറി ലീവ്സ് ആണ്. ഇത് കരിവേപ്പിലയില്ലേ, കറിവേപ്പില, അതിനെ എന്തോ വറുത്തിട്ട് എടുത്ത ഐറ്റമാണ് കേട്ടോ. അതൊരു ഡിഷാണ് ഇവിടെ. ഇരിക്കാം, നല്ല ക്രിസ്പിയാണ്. സോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ പുറത്തേക്ക് ഒന്ന് ചുമ്മാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മുടെ ദങ്കേത്തി ഐലൻഡ് വളരെ ചെറുതാണ്. നമുക്ക് നടന്ന് തന്നെ ഏകദേശം ഒരു 15-20 മിനിറ്റിൽ ഫുൾ കവർ ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. സോ നമ്മളൊന്ന് ജസ്റ്റ് ഐലൻഡ് കാണാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഇതിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനായാലും അത്യാവശ്യം എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള കുട്ടി ക്ലിനിക്കും സ്കൂളും ഒക്കെ തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ. സോ എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു പാർട്ട് വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.